ഓം ശാന്തി. അവ്യക്ത മഹാവാക്യം റിവൈസ് ഡേറ്റ് ആണ് 1/5/84. മുരളി ഡേറ്റ് 10/3/2019. മുരളി സാരം. വിസ്താർ മേ സാർ കി സുന്ദരത. വിസ്താരത്തിൽ സാരത്തിൻ്റെ സൗന്ദര്യം. बाप दादा विस्तार को भी देख रहे हैं और विस्तार में सार स्वरूप बच्चों को भी देख रहे हैं. ഇന്ന് ബാബ്ദാദ വിസ്താരത്തെയും കാണുകയാണ്, അതോടൊപ്പം തന്നെ വിസ്താരത്തിലിരുന്ന് സാരസ്വരൂപരായിരിക്കുന്ന മക്കളെയും കണ്ടുകൊണ്ടിരിക്കുന്നു. വിസ്താർ ഇസ് ഈശ്വരീയ വൃക്ഷ കാ ശൃംഗാർ ഹെ. വിസ്താരം എന്നത് ഈ ഈശ്വരീയ വൃക്ഷത്തിൻ്റെ अलंकारമാണ്. और सार स्वरूप बच्चे इस वृक्ष के फल स्वरूप है. പിന്നീട് സാരസ്വരൂപരായ മക്കൾ ഈ വൃക്ഷത്തിൻ്റെ ഫലസ്വരൂപങ്ങളാണ്. विस्तार सदा वैरायटी रूप होता है और वैरायटी स्वरूप की रौनक सदा अच्छी लगती है. വിസ്താരം സദാ വെറൈറ്റി രൂപത്തിലാണ്. വെറൈറ്റി സ്വരൂപത്തിൻ്റെ പ്രഭ വളരെ ഭംഗിയുള്ളതായി കാണപ്പെടുന്നു. വെറൈറ്റി കി റൗനക്ക് വൃക്ഷ കാ ശൃംഗാർ ജറൂർ ഹെ. വൈവിധ്യമാർന്ന പ്രഭ വൃക്ഷത്തിൻ്റെ അലങ്കാരം തന്നെയാണ്. ലേക്കിൻ സാര സ്വരൂപ് ഫൽ ശക്തിശാലി ഹോത്ത. എന്നിരുന്നാലും സാരസ്വരൂപമായ ഫലം അത് ശക്തിശാലിയായിരിക്കും. വിസ്താർ കോ ദേഖ് സദാ ഖുഷ് ഹോത്തെ ഹെ. വിസ്താരത്തെ കാണുമ്പോൾ സദാ സന്തുഷ്ടരാകുന്നു. और फल को देख शक्तिशाली बनने की शुभ आशा रखते हैं. എന്നാൽ ഫലത്തെ കാണുന്നതിൽ നിന്നും ശക്തിശാലിയാകണമെന്നുള്ള ശുഭമായ ഇച്ഛയുണ്ടാകുന്നു. ബാബ്ദാദാ ബി വിസ്താർ കെ ബീച്ച് സാർ കോ ദേഖ് രഹേ തെ. ബാബ്ദാദയും കൂടി വിസ്താരത്തിൽ സാരത്തെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിസ്താർ മേ സാർ കിത്തന സുന്ദർ ലഗ്താ ഹെ. വിസ്താരത്തിൽ സാരം എത്ര സൗന്ദര്യമുള്ളതായിരിക്കുന്നു. ഏതോ സബി അനുഭവി ഹോ. ഈ കാര്യത്തിൽ എല്ലാവരും തന്നെ അനുഭവികളാണ്. സാർ की परसेंटेज और विस्तार की परसेंटेज दोनों में कितना अंतर हो जाता. സാരസ്വരൂപത്തിൻ്റെ പെർസെൻറ്റേജിലും അതുപോലെ തന്നെ വിസ്താരത്തിൻ്റെ പെർസെൻറ്റേജിലും എത്രമാത്രം അന്തരമുണ്ടാകാറുണ്ട്. യേ ബി ജാനത്തെ ഹോന. ഇതും കൂടി നിങ്ങൾ അറിയുന്നതല്ലേ. വിസ്താർ की विशेषता अपनी है और विस्तार भी आवश्यक है. വിസ്താരത്തിൻ്റെ വിശേഷത അതിൻ്റെ തന്നെയാണ്, എന്നാൽ വിസ്താരതയും ആവശ്യമാണ്. ലേക്കിൻ മൂല്യ സാര സ്വരൂപ ഫൽ കാ ഹോത്താ ഹെ. എന്നാൽ മൂല്യം സാരസ്വരൂപമായ ഫലത്തിനാണ്. इसलिए ബാബ്ദാദ दोनों को देख हर्षित होते. അതുകൊണ്ട് തന്നെ ബാബ്ദാദ രണ്ടുപേരെയും കണ്ടുകൊണ്ട് സന്തുഷ്ടനാകുന്നു. വിസ്താർ രൂപി പത്തോ സേ ബി പ്യാർ ഹെ. വിസ്താരമാകുന്ന ഇലകളോടും ബാബ്ദാദയ്ക്ക് സ്നേഹമാണ്. ഫൂലോ സേ ബി പ്യാർ തോ ഫലോ സേ ബി പ്യാർ. പൂക്കളോടും സ്നേഹം എന്നതുപോലെ ഫലങ്ങളോടും ബാബ്ദാദയ്ക്ക് സ്നേഹം തന്നെയാണ്. इसलिए बाप दादा को बच्चों के समान सेवादारी बन मिलने आना ही पड़ता. അതുകൊണ്ട് തന്നെ ബാബ്ദാദ മക്കൾക്ക് സമാനം സേവാധാരി എന്ന രൂപത്തിൽ മക്കളോട് മിലനം ചെയ്യുവാൻ വരേണ്ടി വരുന്നു. जब तक समान नहीं बने तो साकार मिलन मना नहीं सकते. ഏതുവരെ സമാന രൂപം ധരിക്കുന്നില്ല അതുവരെ ബാബ്ദാദയും മക്കളോടൊത്ത് സാകാര രൂപത്തിൽ മിലനം ആഘോഷിക്കുവാനും സാധ്യമല്ല. ചാഹേ വിസ്താർ വാലി ആത്മായേ ഹെ ചാഹേ സാർ സ്വരൂപ് ആത്മായേ ഹെ. ബാബ്ദാദയുടെ കുട്ടികൾ വിസ്താര സ്വരൂപത്തിലുള്ള കുട്ടികളായിരിക്കാം അഥവാ സാരസ്വരൂപരായിരിക്കുന്ന ആത്മാക്കളായിരിക്കാം. ദോനോ ഹി ബാപ് കെ ബനെ. രണ്ടുപേരും ബാബയുടേതായിരിക്കാണ്. അർത്ഥാത് ബച്ചേ ബനെ. അർത്ഥമാണ് ബാബ്ദാദയുടെ കുട്ടികളായി മാറിയിരിക്കുന്നവരാണ്.
इसलिए बाप को सर्व नंबरवार बच्चों के मिलन भावना का फल देना ही पड़ता. അതുകൊണ്ട് തന്നെ ബാബ്ദാദയ്ക്ക് എല്ലാ പ്രകാരത്തിലുള്ള കുട്ടികളുടെ ബാബയുമായിട്ട് മിലനം ആഘോഷിക്കുന്ന ഭാവനയുടെ ഫലം നൽകേണ്ടതായി വരുന്നു. जब भक्तों को भी भक्ति का फल अल्पकाल का प्राप्त होता ही है. എപ്പോഴാണോ ഭക്തർക്ക് പോലും അവരുടേതായിരിക്കുന്ന ഭക്തിയുടെ അല്പകാലത്തിൻ്റെ പ്രാപ്തി ലഭിക്കുന്നു, तो बच्चों का अधिकार बच्चों को अवश्य प्राप्त होता. അതുപോലെ മക്കളുടെ അധികാരം മക്കൾക്കും തീർച്ചയായും പ്രാപ്തമാകും. आज मुरली चलाने नहीं आए. ബാപ്ദാദ സൂചിപ്പിക്കുകയാണ്, ഇന്ന് മുരളി അത് മഹാവാക്യം ഉച്ചരിക്കുവാനല്ല വന്നിരിക്കുന്നത്. जो दूर दूर से सभी आए तो मिलन मनाने का वायदा निभाने आए. ആരൊക്കെയാണോ വളരെ അകലെ നിന്നും എത്തിപ്പെട്ടിരിക്കുന്നത്, എല്ലാവരും ബാബയോടൊത്ത് മിലനം ആഘോഷിക്കുവാനുള്ള വാഗ്ദാനത്തെ നിറവേറ്റുവാനാണ് വന്നിരിക്കുന്നത്. कोई सिर्फ प्रेम से मिलते, कोई ज्ञान से मिलते. ചിലർ വളരെ പ്രേമത്തോടെ ബാബയുമായി മിലനം ചെയ്യുന്നു, ചിലർ ജ്ഞാനത്തിൻ്റെ ആധാരത്തിൽ മിലനം ചെയ്യുന്നു. कोई समान स्वरूप से मिलते. ചിലർ ബാബയ്ക്ക് സമാന സ്വരൂപത്തിൽ മിലനം ചെയ്യുന്നു. लेकिन बाप का तो सबसे मिलना ही है. എന്നാൽ ബാബയ്ക്ക് തൻ്റെ എല്ലാ കുട്ടികളോടും മിലനം ചെയ്യുക തന്നെ വേണം. आज सब तरह से आए हुए बच्चों की विशेषता देख रहे हैं. എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മക്കളുടെയും വിശേഷതയാണ് ബാബ കണ്ടുകൊണ്ടിരിക്കുന്നത്. एक दिल्ली की विशेषता देख रहे थे. ഒന്ന് ഡൽഹിയിൽ നിന്നും എത്തിപ്പെട്ടിരിക്കുന്ന കുട്ടികളുടെ വിശേഷത കാണുകയാണ്. സേവാ കെ ആദി കാ സ്ഥാൻ ഹെ. ഡൽഹി സേവയുടെ ആദി സ്ഥാനമാണ്. और आदि में भी सेवाधारियों को सेवा की आदि के लिए जमुना का किनारा ही प्राप्त हुआ. ആദിയിലും സേവാധാരികൾക്ക് ആദ്യമായി ലഭിച്ചിരിക്കുന്ന സേവയുടെ സ്ഥാനം തന്നെ ജമുന നദി തീരമാണ്. ജമുന കിനാരെ ജാക്ക് സേവ കീന. ജമുന നദിയുടെ തീരത്ത് പോയി നിങ്ങൾ സേവനം ചെയ്തവരല്ലേ. सेवा का बीज भी दिल्ली में जमुना किनारे पर शुरू हुआ. സേവയുടെ വിത്ത് തന്നെ ഡൽഹിയിലെ ജമുന നദി തീരത്തു നിന്നാണ് ആരംഭിച്ചത്. और राज्य का महल भी जमुना किनारे पर ही होगा. രാജധാനിയുടെ കൊട്ടാരവും ജമുന നദി തീരത്ത് തന്നെ ആയിരിക്കും. इसलिए गोपी वल्लभ गोप गोपियों के साथ साथ जमुना किनारा भी गाया हुआ. അതുകൊണ്ട് തന്നെ ഭക്തി മാർഗത്തിൽ ഗോപി വല്ലഭൻ ഗോപികമാരോടൊത്ത് ജമുന നദി തീരത്താണ് കാണിക്കുന്നത്. ബാപ്ദാദ സ്ഥാപന കെ ഉൻ ശക്തിശാലി ബച്ചോं की टीवी देख रहे थे. ബാപ്ദാദ സ്ഥാപനയുടെ ആദിയിൽ നിമിത്തരായ ആ ശക്തിശാലി കുട്ടികളെ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. तो दिल्ली वालों की विशेषता वर्तमान समय भी है और भविष्य में भी है. അതുകൊണ്ട് ഡൽഹിയിലുള്ളവരുടെ വിശേഷത വർത്തമാന സമയത്തിലുമുണ്ട്, അതുപോലെ ഭാവിയിലും ഉണ്ടായിരിക്കും. सेवा का फाउंडेशन स्थान भी है, राज्य का भी फाउंडेशन है. സേവയുടെ ഫൗണ്ടേഷൻ സ്ഥാനവും ഡൽഹിയാണ്, അതുപോലെ രാജ്യസ്ഥാനത്തിൻ്റെ ഫൗണ്ടേഷനും ഡൽഹി തന്നെ. ഫൗണ്ടേഷൻ സ്ഥാൻ കെ നിവാസി ഇത്തനെ ശക്തിശാലി ഹോന. ഫൗണ്ടേഷൻ സ്ഥാനത്തിൽ നിൽക്കുന്ന സേവാധാരി അഥവാ ആത്മാക്കൾ അത്ര തന്നെ ശക്തിശാലിയല്ലേ. दिल्ली वालों के ऊपर सदा शक्तिशाली रहने की जिम्मेवारी है. ഡൽഹിയിലുള്ളവരിൽ സദാ ശക്തിശാലിയായിരിക്കുവാനുള്ള ഉത്തരവാദിത്വമാണുള്ളത്. दिल्ली निवासी निमित्त आत्माओं को सदा इस जिम्मेवारी का ताज पड़ा हुआ है ना. ഡൽഹി നിവാസി നിമിത്ത ആത്മാക്കളിൽ എപ്പോഴും ശക്തിശാലിയായിരിക്കുവാനുള്ള ആ ഒരു കിരീടമല്ലേ അണിഞ്ഞിരിക്കുന്നത്.
കബി താജ് ഉത്താർ തോ നഹീ ദേത്തെ, എപ്പോഴെങ്കിലും ആ കിരീടം അഴിച്ചു വെക്കാറുണ്ടോ? ഡൽഹി നിവാസി അർത്ഥാത് സദാ ജിമ്മേവാരി കെ താജ്ദാരി. അതുകൊണ്ട് ബാബ്ദാദ പറയുകയാണ്, ഡൽഹി നിവാസി അർത്ഥമാണ് സദാ ഉത്തരവാദിത്വത്തിൻ്റെ കിരീടധാരികൾ. സംജ ഡൽഹി വാലോം കി വിശേഷത. കേട്ടില്ലേ ഡൽഹി ആത്മാക്കളുടെ വിശേഷത. സദാ ഇസ് വിശേഷത കോ കർമ്മ മേ ലാന. സദാ ഈ കഴിവുകളെ നിങ്ങളുടെ കർമ്മത്തിൽ കൊണ്ടുവരിക. അച്ഛാ ദൂസരേ ഹേ സിക്കിലതേ കർണാടക് വാലെ. ശരി, രണ്ടാമത്തെ നമ്പറിൽ വരുന്നത് കർണാടകയിലുള്ള കുട്ടികളാണ്. വോ ഭാവന और स्नेह के नाटक बहुत अच्छे दिखाते हैं. അവർ ഭാവനയുടെയും സ്നേഹത്തിൻ്റെയും നാടകം നല്ല രീതിയിൽ അഭിനയിച്ചു കാണിക്കുന്നു. ഏക് തരഫ് അതി ഭാവന और അതി സ്നേഹി ആത്മായി. ഒരു വശത്ത് അതിഭാവനയിൽ കൂടിയുള്ള അതിസ്നേഹികളായ ആത്മാക്കൾ. ദൂസരി തരഫ് ദുനിയ കെ ഹിസാബ് സെ എഡ്യൂക്കേറ്റഡ് നാമി ഗ്രാമി ബി കർണാടക് മേ ഹെ. മറ്റൊരു വശത്ത് ലോകത്തിൻ്റെ കണക്കിൽ വളരെയധികം വിദ്യാഭ്യാസം നേടിയിരിക്കുന്നതിലും നമ്പർ 1 ആയിരിക്കുന്നത് കർണാടക തന്നെയാണ്. തോ ഭാവന ഓർ പദ് അധികാരി ദോനോ ഹി ഹെ. അതുകൊണ്ട് കർണാടകയിലുള്ളവർ ഭാവനയുള്ളവരും പദവിയുടെ അധികാരികളുമാണ്. ഇസ്ലിയെ കർണാടക് സെ ആവാസ് ബുലന്ദ് ഹോ സക്താ ഹെ. അതുകൊണ്ട് തന്നെ കർണാടകയിൽ നിന്ന് തന്നെയാണ് വളരെ ശബ്ദങ്ങൾ മുഴങ്ങേണ്ടതും. ധരണി ആവാസ് ബുലന്ദ് കി ഹെ. ആ ഭൂമി തന്നെ ശബ്ദം ഉയർത്തുവാനുള്ളതാണ്. ക്യോंकि VIP सोते हुए भी भावना और श्रद्धा की धरणी होने के कारण निर्माण है. കാരണം VIPs ആയിരുന്നാലും വളരെയധികം ഭാവനയും ശ്രദ്ധയും ഉള്ള ഭൂമി ആയതുകൊണ്ട് തന്നെ അവർ വളരെയധികം വിനയമുള്ളവരാണ്. വോ സഹജ് സാധൻ ബൻ സക്തേ ഹെ. അത് തന്നെയാണ് എളുപ്പമായ സാധനയാകുവാൻ സാധിക്കുക. കർണാടക की धरणी इस विशेष कार्य के लिए निमित्त है. കർണാടക ഭൂമി വിശേഷമായും ഈ കാര്യത്തിന് വേണ്ടി നിമിത്തമായിരിക്കുന്നു. सिर्फ अपनी इस विशेषता को भावना और निर्माण दोनों को सेवा में सदा साथ रखे. എന്നാൽ കേവലം തൻ്റെ വിശേഷതയെ ഭാവന പിന്നീട് വിനയത്വം ഈ രണ്ട് വിശേഷതകളെ സേവയിൽ സദാ ഉപയോഗപ്പെടുത്തുക. इस विशेषता को किसी भी वातावरण में छोड़ नहीं दे. ഈ രണ്ട് വിശേഷതകളെ ഏതൊരു വാതാവരണത്തിലും ഉപേക്ഷിക്കരുത്. കർണാടക की नाव के ये दो चप्पू है. കർണാടകമാകുന്ന ആ തോണിയുടെ 2 പെഡലുകളാണത്. ഇൻ ദോനോ കോ സാത്ത് സാത്ത് റക്കന ആകെ പീछे नहीं. ആ 2 പെഡലുകൾ അതായത് ഭാവനയും വിനയത്വം രണ്ടും ഒപ്പത്തിനൊപ്പമായിരിക്കണം. ഒന്ന് മുന്നോട്ട് ഒന്ന് പുറകോട്ടായിരിക്കരുത്. तो सेवा की नाव धरणी की विशेषता की सफलता दिखाएगी. तो सेवा की नाव धरणी की विशेषता की सफलता दिखाएगी. അപ്പോൾ സേവയാകുന്ന വഞ്ചി ഭൂമിയുടെ വിശേഷതയായ സഫലതയെ കാണിക്കുന്നു. दोनों का बैलेंस नाम बाला करेगा. ഈ 2 വിശേഷതകളുടെ ബാലൻസ് പേര് പ്രശസ്തമാക്കുന്നു. അച്ഛ ശരി, ബാബ്ദാദ നമസ്തേ പറയുകയാണ്. സദാ സ്വയം കോ സാര സ്വരൂപ് അർത്ഥാത് ഫൽ സ്വരൂപ് ബനാനെ വാലെ. സദാ സ്വയമിനെ സാരസ്വരൂപം അതായത് ഫലസ്വരൂപമാക്കുന്ന, സദാ സാർ സ്വരൂപ് में स्थित हो औरों को भी सार की स्थिति में स्थित करने वाले. സദാ സ്വയം സാരസ്വരൂപത്തിൽ സ്ഥിതരായി മറ്റുള്ളവരെയും ആ സാരസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യിപ്പിക്കുന്ന. സദാ ശക്തിശാലി ആത്മാ, ശക്തിശാലി യാദ് സ്വരൂപ്, ശക്തിശാലി സേവാധാരി. സദാ ശക്തിശാലി ആത്മാ, ശക്തിശാലി ഓർമ്മസ്വരൂപരും ശക്തിശാലി സേവാധാരിയും.
ऐसे समान स्वरूप मिलन मनाने वाले അത്തരത്തിൽ സമാന സ്വരൂപരായി മിലനം ആഘോഷിക്കുന്ന ശ്രേഷ്ഠാത്മാവോं को बाप दादा का याद प्यारा और नमस्ते. ശ്രേഷ്ഠ ആത്മാക്കൾക്ക് ബാപ്ദാദയുടെ സ്നേഹോർമ്മകളും നമസ്തേയും. वरदान ज्ञान रत्नों को धारण कर व्यर्थ को समाप्त करने वाले होली हंस भव. ജ്ഞാനരത്നങ്ങളെ ധാരണ ചെയ്ത് വ്യർത്ഥതയെ സമാപ്തം ചെയ്യുന്ന ഹോലി ഹംസമായി ഭവിക്കൂ. विशदीकरण होली हंस की दो विशेषताएं हैं. एक है ज्ञान रत्न चुगना और दूसरा निर्णय शक्ति द्वारा दूध और पानी को अलग करना. ഹോലി ഹംസങ്ങൾക്ക് രണ്ട് വിശേഷതകളുണ്ട്. ഒന്ന് ജ്ഞാനരത്നങ്ങളെ പെറുക്കിയെടുക്കുക, രണ്ടാമത്തത് നിർണയശക്തിയുടെ ആധാരത്തിലൂടെ പാലിനെയും വെള്ളത്തെയും വേർതിരിക്കുക. दूध और पानी का अर्थ समर्थ व्यर्थ का निर्णय. പാലും പിന്നീട് വെള്ളം എന്നതിൻ്റെ അർത്ഥം വ്യർത്ഥത പിന്നീട് സമർത്ഥതയുടെ നിർണയം. व्यर्थ को पानी के समान कहते हैं. വ്യർത്ഥതയെ വെള്ളത്തിന് സമാനമായി പറയപ്പെടുന്നു. और समर्थ को दूध समान. എന്നാൽ സമർത്ഥത പാലിന് തുല്യമാണ്. तो व्यर्थ को समाप्त करना अर्थात होली हंस बनना. അതുകൊണ്ട് വ്യർത്ഥതയെ ഇല്ലാതാക്കുക എന്നത് തന്നെ പവിത്ര ഹംസങ്ങളാകുന്നത്. हर समय बुद्धि में ज्ञान रत्न चलता रहे. ഓരോ സമയവും ബുദ്ധിയിൽ ജ്ഞാനരത്നങ്ങൾ സ്പന്ദിച്ചുകൊണ്ടിരിക്കണം. മനൻ ചലത്താ രഹെ. മനനം നടക്കണം. तो रत्नों से भरपूर हो जाएगा. അപ്പോഴാണ് ബുദ്ധി രത്നങ്ങളാൽ നിറയപ്പെടുക. स्लोगन सदा अपने श्रेष्ठ पोजीशन में स्थित रह. ऑपोजिशन को समाप्त करने वाले ही विजय आत्मा है. സദാ തൻ്റെ ശ്രേഷ്ഠ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് അഥവാ സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് ഒപ്പോസിഷൻ അതായത് എതിർപ്പുകളെ സമാപ്തം ചെയ്യുന്നവർ തന്നെ വിജയി ആത്മാവ്. ഓം ശാന്തി.